വിമർശനങ്ങളിൽ തളരാതെയും മുഖസ്തുതിയിൽ വളരാതെയും അല്ലെങ്കിൽ അതൊരു താങ്ങാവാതെയും ജീവിതത്തെ കൊണ്ടു നടക്കുന്നവർ ആത്യന്തികമായി വിജയം കൈവരിക്കും എന്നുള്ള നമ്മുടെ ടാറ്റയുടെ വാക്കുകൾ ഉദ്ധരിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നമ്മളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ പൊറുക്കിക്കൂട്ടി അതെല്ലാം ഒരു സ്മാരകമാക്കി മാറ്റിയാൽ നമ്മുടെ ജീവിതം ഒരു വിജയഗാഥയായിട്ട് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള അടൂർ ഒരു പ്രിയയുടെ ജീവിതകഥ വായിക്കാനിടയായി. പ്രിയ അക്കൺട്രോപ്ലാസ്റ്റിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക അസുഖം ബാധിച്ച കുട്ടിയാണ്. അസുഖം എന്നതിനേക്കാൾ ഉപരിയായിട്ടൊരു അവസ്ഥയാണ്, ഡ്വാർഫിസമാണ്. നമ്മുടെ ശരീരഭാഗങ്ങൾക്ക് കൈകാലുകൾക്ക് വളരെ പൊക്കം കുറവാണ്. നമുക്ക് സാധാരണയിലും വ്യത്യസ്തമായൊരു രൂപമായിരിക്കും പ്രിയ അതിൻ്റെ പേരിൽ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചിട്ടെന്ന് ആ കുട്ടി പറയുണ്ടായി. കുടുംബത്തിൽ തന്നെയുള്ള ഒരുപാട് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പോലും അവരെ പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കാരണം അവരെയും കൊണ്ട് ഇപ്രകാരമുള്ള ചടങ്ങുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു നാണക്കേടാണെന്ന് കൂടെയുള്ളവർക്ക് തോന്നിയതുകൊണ്ടാവാം. എന്നാൽ അവർ തീരുമാനിച്ചു, ഇത് ഞാൻ ജീവിതത്തിൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എനിക്ക് ജീവിക്കാൻ ദൈവം ആയുസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ആയുസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അവസ്ഥകളെ അതിജീവിച്ചും മറികടന്നും ജീവിച്ച് വിജയിച്ച് കാണിച്ചു കൊടുക്കും എന്ന്. അവരങ്ങനെ പഠിച്ചു. ബിരുദാനന്ദ ബിരുദവും നേടി. പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഗ്ലാഡ് ബേക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ബേക്കറി പ്രസ്ഥാനം തുടങ്ങി. അത് വലിയ വിജയമായിട്ട് ഇപ്പോഴും തുടർന്നു. അതുപോലെ അവർ ബാഡ്മിൻ്റനും ഷോട്ട് പുട്ടിലും അവർ അഭ്യാസം നേടി. അതിനകത്ത് അവർ അഭ്യസിച്ചു. അതിനകത്ത് അവർ മെഡലുകൾ നേടി. അങ്ങനെ ഇപ്പോൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് പോലും പ്രിയ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ പരാധീനതകളെക്കുറിച്ചും നമ്മുടെ കുറവുകളെക്കുറിച്ചും നമ്മൾ ഒരു പരിധിക്കപ്പുറം ചിന്തിച്ച് അത് എന്നെ തളർത്തി കഴിഞ്ഞുവെന്നും അതെന്നെ തളർത്തിയെന്നും എനിക്ക് ഇനി മുന്നോട്ട് പോകാനാവില്ല എന്നും ഇത്രയൊക്കെ എനിക്ക് സാധിക്കുകയുള്ളെന്നും ഇതാണ് എൻ്റെ പരിധി എന്നൊക്കെ തീരുമാനിച്ച് ഒരുമാതിരി ഒതുങ്ങിക്കൂടി കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രിയയുടെ വാക്കുകളും ടാറ്റയുടെ വാക്കുകളൊക്കെ നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ ഉത്തേജനം തരേണ്ടതാണ്, ഒരു ആവേശമാവേണ്ടതാണ്. അത് നമ്മെ ഉണർത്തേണ്ടതാണ്. കാരണം നമുക്ക് ഒരു പരിമിതിയും ദൈവം കൽപ്പിച്ചിട്ടില്ല. നമുക്ക് ഉയരാനും വളരാനും ഉള്ളത് നമ്മുടെ കയ്യിൽ തന്നെ ദൈവം തന്നിട്ടുണ്ട്. അവ എടുത്തുപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവ വച്ച് പൂജിക്കാനോ അല്ലെങ്കിൽ അവ മനസ്സിലാക്കാതെ അത് വിധിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവനവനിലേക്ക് ചുരുങ്ങിക്കൂടാതെ അതെല്ലാം എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് കുതിക്കണം എന്നുള്ളൊരു പാഠമാണ് നമുക്ക് ഇവരിൽ നിന്നൊക്കെ പഠിക്കാനുള്ളത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതം ഒരു വിജയമാക്കി മാറ്റാൻ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം എൻ്റെ വിധി കൊണ്ട് എനിക്ക് ഇത്രയൊക്കെ സാധിച്ചുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ഒഴിവ് കഴിവ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അതൊരു എക്സ്ക്യൂസായിട്ട് എടുക്കും. നമുക്ക് എക്സ്ക്യൂസ് അല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഈ പ്രപഞ്ചം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ എക്സ്ക്യൂസ് എല്ലാം ഓപ്പർച്യൂണിറ്റി ആക്കി നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനായിട്ട് വലിയ ശക്തി അതിൽ സംഭരിക്കാനാണ്, ഊർജ്ജം സംഭരിക്കുന്നതാണ്. നമ്മുടെ ഇപ്പോൾ ഹൈബ്രിഡ് കാറുകളുടെയൊക്കെ കാര്യം പറയണമെന്നാണ്. ഓരോ തവണ ബ്രേക്ക് ചവിട്ടുമ്പോഴും അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ഊർജ്ജം ഉണ്ടാവുകയും ചെയ്യുന്നത്, ഒരു എനർജി ആണ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ബ്രേക്ക് വണ്ടിക്കൊരു ആഘാതമാണെന്ന് നമുക്ക് തോന്നിയാലും അവിടെ വേറൊരു ബൈ പ്രോഡക്റ്റായിട്ട് ഊർജ്ജം പുറത്തു വരുന്നുണ്ട്. അതാണ് ഹൈബ്രിഡ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകുന്ന ഓരോ ആഘാതങ്ങളും നമ്മുടെ എനർജി ലെവൽ കൂട്ടാനായിട്ട് നമുക്ക് ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ ഒരു എനർജി വർദ്ധിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്തിനേയും അതിജീവിക്കാനും ഏതിനേയും മറികടക്കാനും എപ്പോഴും വിജയത്തിലേക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.